നമുക്ക് നമ്മുടെ വാഹനം ആദ്യം പാർക്ക് ചെയ്യേണ്ടത് ഈ വലതുഭാഗത്തുള്ള പാർക്കിംഗ് സ്പേസിലാണ്. വാഹനം ഡ്രൈവ് ഗിയറിലേക്കിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് വലതുഭാഗം ചേർന്ന് വേണം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് റിവേഴ്സ് വരുന്ന സമയത്ത് നമ്മുടെ മുൻഭാഗം ആ ഇടതുവശത്തുള്ള മതിലിലിടിക്കും. സോ നമ്മളിവിടെ വലതുഭാഗം ചേർന്ന് വാഹനം മുന്നോട്ട് പോകുന്നു. നമ്മുടെ വേണ്ടത്ര പരമാവധി മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇത് മതി. ഇനി വാഹനം റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു. ഫുള്ളായി വലതുഭാഗത്തേക്ക് ഓടിക്കുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ പിൻഭാഗം വലതുവശത്തേക്ക് വരുന്നു. യെസ്. ഇപ്പോൾ എന്താണ്, വാഹനം നമ്മുടെ പാർക്കിംഗ് സ്പേസുമായി ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കി. ആ സമയത്ത് നമ്മൾ വാഹനത്തിൻ്റെ സ്റ്റിയറിങ് പ്രോപ്പറായി ഫുൾ നിവർത്തുന്നു. ഇനി വാഹനം നേരെ ഇതേപോലെ വരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യും, വാഹനത്തിൻ്റെ പിൻ ടയർ ഈ പാർക്കിംഗ് സ്പേസിൻ്റെ സമീപത്തെത്തി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ഓപ്പോസിറ്റ് ഇടത്തോട്ട് സ്റ്റിയറിങ് ഫുൾ തിരിക്കുന്നു. അപ്പം നൈസായിട്ട് വാഹനം നമ്മുടെ പാർക്കിംഗ് സ്പേസിലോട്ട് കയറുന്നുണ്ട്. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു. വാഹനം കറക്റ്റായി നമ്മൾ ഈ പാർക്കിംഗ് സ്പേസിൽ കയറ്റുന്നു. വാഹനം പാർക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ വീണ്ടും ഡ്രൈവിലേക്കിട്ട് വാഹനം പുറത്തോട്ട് എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഇനി നമുക്ക് ഈ മുന്നിൽ കാണുന്ന വലതുഭാഗത്തുള്ള സ്പോട്ടിലാണ് കയറ്റേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം വാഹനം ഇടതുവശം ചേർത്ത് നമ്മൾ എടുത്ത് പാർക്കിംഗ് സ്പേസിൻ്റെ വലതുഭാഗത്തേക്ക് അടുപ്പിക്കുന്നു. യെസ്. ഇനി നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള കോർണറിനോട് വാഹനത്തിൻ്റെ മുൻവശം ചേർത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. യെസ്. ഓക്കെ. ഇപ്പം നമുക്ക് വാഹനം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു വളവുണ്ട്. അപ്പോൾ നമ്മളത് സ്റ്റിയറിങ് നേരെയാക്കുന്നു, ജസ്റ്റ് ബാക്കോട്ട് പോകുന്നു. യെസ്. ഇനി ഒന്ന് ഡ്രൈവിലേക്ക് ഇട്ടിട്ട് ഒന്ന് വലതുവശത്തേക്ക് വാഹനം അടുപ്പിക്കുന്നു. യെസ്. ഇനി ഫുള്ളൊന്ന് ഇടതുവശത്തേക്ക് സ്റ്റിയറിങ് തിരിക്കുന്നു. യെസ്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്, നേരെയാക്കാനുണ്ട്. ഒന്നും കൂടെ നമ്മൾ ഒന്ന് റിവേഴ്സ് ഗിയറിലിടുന്നു, സ്റ്റിയറിങ് നേരെയാക്കുന്നു, വാഹനം മുന്നോട്ട് പോകുന്നു. നമ്മളവിടെ നിർത്തുന്നു, വീണ്ടും ഡ്രൈവ് ഗിയറിലേക്ക് ഇടുന്നു, വാഹനം ഫുള്ളായി വലതുഭാഗത്തേക്ക് ഓടിക്കുന്നു. യെസ്. ശേഷം നമ്മൾ വാഹനം സ്റ്റിയറിങ് നിവർത്തി ഫുള്ളായിട്ട് വലതുഭാഗത്തേക്ക് ഒന്നോടിക്കുന്നു. യെസ്. ഇനി സ്റ്റിയറിങ് നേരെയാക്കുന്നു. അപ്പം പ്രോപ്പറായി നമ്മൾ പാർക്ക് ചെയ്തു. ഇനി ഈ പാർക്കിംഗ് സ്പേസിൽ നമ്മൾ പുറത്ത് കിടക്കുന്നു. അതിന് വാഹനം ജസ്റ്റ് റിവേഴ്സ് എടുക്കുന്നു. യെസ്. ഫുള്ളായിട്ട് സ്റ്റിയറിങ് ഇടതുഭാഗത്തേക്ക് ഓടിച്ച് മുന്നോട്ട് പോകുന്നു. യെസ്. അവിടെ തട്ടുമോ? ഇല്ല, തട്ടാതെ വാഹനം പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകുന്നു. ഇനി നമുക്ക് വാഹനം ഈ പാർക്കിംഗ് സ്പേസിലാണ് കയറ്റാനുള്ളത്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒരു സ്റ്റാർ ഉണ്ട്, അതങ്ങ് എടുത്തേക്കാം. വീണ്ടും നമ്മൾ തിരിച്ച് മുന്നോട്ട് തിരിക്കുന്നു. യെസ്. നമുക്കൊന്ന് പാർക്കിംഗ് സ്പേസ് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ആദ്യം നമ്മൾ പാർക്കിംഗ് സ്പേസിൻ്റെ ഇടതുഭാഗം ചേർന്ന് നമുക്ക് ഉള്ളിലോട്ട് കിടക്കണം. ജസ്റ്റ് നമ്മൾ സ്റ്റിയറിങ് ഫുൾ ഇടത്തോട്ട് തിരിക്കുന്നു. മുക്കാൽ ഭാഗം എത്തിക്കഴിയുമ്പോൾ വലത്തോട്ട് തിരിച്ച് ഇനി നമുക്ക് പാർക്കിംഗ് സ്പേസിൻ്റെ ഇടതുഭാഗത്ത് കാറിൻ്റെ ഫ്രണ്ട് എത്തിച്ച് ശേഷം നമ്മൾ യെസ്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് അവിടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഇനി ഫുൾ വലതുഭാഗത്തേക്ക് നമ്മൾ തിരിക്കുന്നു. ഒന്ന് ജസ്റ്റ് ഇവിടെ തട്ടാനായി ഒന്ന് റിവേഴ്സ് എടുക്കുന്നു, സ്റ്റിയറിങ് നേരെയാക്കിയിട്ട്. നമുക്ക് സ്ലോ ആണ് വേണ്ടത്, സ്പീഡും കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് റിവേഴ്സ് എടുക്കാൻ പറ്റില്ല. ഇനി ജസ്റ്റ് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറ്റുന്നു. യെസ്. ഒന്ന് നമുക്ക് ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക് ഭാഗം ഇടത്തോട്ടും പോകണം, വാഹനത്തിൻ്റെ മുൻഭാഗം വലത്തോട്ടും വരണം. സോ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റിയറിങ് വീലൊന്ന് ജസ്റ്റ് ഇടത്തോട്ട്
ഫുൾ തിരിച്ച് ഒന്ന് എടുക്കുന്നു. യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ സ്റ്റിയറിംഗ് വീൽ മുൻഭാഗം നമുക്ക് വരേണ്ട പൊസിഷനിലെത്തി. സോ നമുക്ക് സ്റ്റിയറിംഗ് വീൽ നേരെയാക്കുന്നു, ജസ്റ്റ് റിവേഴ്സ് പോകുന്നു. യെസ്. വീണ്ടും നമ്മൾ ഡ്രൈവ് ഗിയറിലേക്ക് ഇടുന്നു. നമുക്കിപ്പോൾ എന്താണ്, ഇടതുവശത്തേക്കാണ് വണ്ടി അടുപ്പിക്കേണ്ടത്. സോ നമ്മൾ ഇടതുഭാഗത്തേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടി കുറച്ച് മുന്നോട്ട് പോയി വലതുഭാഗത്തേക്ക് മെല്ലെ മെല്ലെ തിരിച്ച് ഫുൾ തിരിക്കുന്നു. യെസ്. ഇനി സ്റ്റിയറിംഗ് നേരെയാക്കുന്നു. ഒന്ന് റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വാഹനം പ്രോപ്പറായിട്ട് നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ കയറി.